നമസ്കാരം, ഞാൻ ഡോക്ടർ കാർത്തിക, ആയുർവേദ I&ENT സ്പെഷ്യലിസ്റ്റ്. ആയുർവേദ നേത്രരോഗ ചികിത്സയിലെ ഒരു വണ്ടർ ഡ്രഗാണ് ഇളനീർക്കുഴമ്പ്. പരമ്പരാഗത കേരളീയ ആയുർവേദ ചികിത്സയുടെ സംഭാവനയാണ് ഈ ഇളനീർക്കുഴമ്പ്. ഇതിൻ്റെ ഒരു പ്രയോഗ രീതി, മോഡ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അഞ്ജനമായിട്ടാണ്. അഞ്ജനം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടെ കണ്ണിൽ ചെയ്യേണ്ട ഒരു ക്രിയാകൽപ്പമാണ്. മലയാളികളായ നിങ്ങൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു മരുന്നാണല്ലോ ഇളനീർക്കുഴമ്പ്. എന്നാൽ അതിൻ്റെ പ്രയോഗ രീതി ശരിയായി അല്ല കണ്ടുവരുന്നത് പൊതുവെ. അതായത് കണ്ണിൽ എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ, കണ്ണിൽ ചെറിയ ചുവപ്പ് നിറമുണ്ടെങ്കിൽ, കണ്ണിൽ എന്തെങ്കിലും കരട് പോയാൽ, കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ടെങ്കിൽ, കണ്ണിന് വേദന ഉണ്ടെങ്കിൽ എല്ലാം തൊട്ടടുത്തുള്ള ഒരു ആയുർവേദ കടയിൽ പോയി ഇളനീർക്കുഴമ്പ് വാങ്ങി കണ്ണിൽ ഉപയോഗിക്കുന്ന ഒരു രീതി, ഒരു പ്രവണത പൊതുവെ കണ്ടുവരുന്നുണ്ട്. എന്നാൽ ശരിയായ മരുന്നിൻ്റെ ശരിയായ പ്രയോഗമല്ല ഇവിടെ നടക്കുന്നത്. ഇളനീർക്കുഴമ്പ് ഒരു അഞ്ജന പ്രയോഗത്തിനുള്ള മരുന്നാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് കണ്ണിൽ വേദന, വീക്കം, ചുവപ്പ്, കണ്ണിൽ നിന്ന് വെള്ളം വരിക, ഈ ലക്ഷണങ്ങളുള്ളപ്പോൾ ഇളനീർക്കുഴമ്പ് എന്നല്ല യാതൊരു അഞ്ജനങ്ങളും കണ്ണിൽ പ്രയോഗിക്കാൻ പാടുള്ളതല്ല. ഇതിൻ്റെ ഒരു സാങ്കേതിക വശം നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഇളനീർക്കുഴമ്പിൽ കണ്ണിൽ തണുപ്പ് നൽകുന്ന ആസ്ട്രിഞ്ചൻ പ്രോപ്പർട്ടിയുള്ള ടാനിൻ റിച്ച് ആയിട്ടുള്ള മരുന്നുകൾ അടങ്ങിയ ഒരു മരുന്നാണത്. അത് നമ്മളുടെ കൺജങ്ക്റ്റിവ ടൈറ്റൻ ചെയ്യാനും പൊതുവെ സെക്രീഷൻസ് എല്ലാം കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്ന പ്രോപ്പർട്ടിയുള്ള മരുന്നുകളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. പക്ഷേ ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷനിൽ ഇത് വർക്ക് ചെയ്യില്ല. ഇൻഫ്ലമേറ്ററി കണ്ടീഷനിൽ പൊതുവേ നമ്മളുടെ കൺജങ്ക്റ്റിവ അല്ലെങ്കിൽ കോർണിയൽ എപ്പിത്തീലിയം എല്ലാം ഇറിറ്റൻ്റ് ആയിരിക്കും, ഹൈപ്പർ സെൻസിറ്റീവും ആയിരിക്കും. അപ്പം ഈ ടാനിൻ റിച്ച് ആയിട്ടുള്ള ഹെർബുകൾ കൂടുതൽ ഡിസ്കംഫോർട്ടാണ് ഓക്കുലർ സർഫസിൽ ഉണ്ടാക്കുന്നത്. അതുപോലെ ഇതിൻ്റെ കൂളിംഗ് പ്രോപ്പർട്ടിക്ക് പകരം ഇത് കണ്ണിൽ പുകച്ചിലും വേദനയും കൂട്ടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കണ്ണിൽ നിന്നും ഒരുപാട് വെള്ളം വരികയും ചെയ്യും. അതുപോലെ അതിൻ്റെ ആസ്ട്രിഞ്ചൻ പ്രോപ്പർട്ടി കൺജങ്ക്റ്റിവ ടൈറ്റൻ ചെയ്യുമെങ്കിലും ഈ ഒരു അവസരത്തിൽ ഒരു ഇൻഫ്ലമേറ്ററി സ്റ്റേജിൽ അത് കൂടുതൽ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. മറ്റൊരു കാരണം പറഞ്ഞാൽ ഈ ഇളനീർക്കുഴമ്പ് പോലുള്ള അഞ്ജനങ്ങൾ വർക്ക് ചെയ്യുന്നത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ടിയർ ഫിലിം ഉള്ളപ്പോഴാണ്. അതായത് കണ്ണ് സൈലൻ്റ് ആയിരിക്കണം, വേദന, വീക്കം, ചുവപ്പ് ഒന്നും പാടില്ല. ആ സമയത്ത് കണ്ണിൽ ആരോഗ്യകരമായ ഒരു കണ്ണുനീർ പാളി കണ്ണിൽ ആവരണം ചെയ്ത് ഉണ്ടാവണം. പക്ഷേ ഒരു ഇൻഫ്ലമേറ്ററി സ്റ്റേജിൽ ടിയർ ഫിലിം ഒരിക്കലും സ്റ്റേബിൾ ആവില്ല. അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ ഒരിക്കലും ഇളനീർക്കുഴമ്പ് വർക്ക് ചെയ്യില്ല. അതായത് ഒരു ആൻറ്റി ഇൻഫെക്റ്റീവ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ള ഒരു മരുന്നല്ല ഇളനീർക്കുഴമ്പ്. സോ ഞാൻ പറഞ്ഞു വരുന്നത്, ഐ എം കൺക്ലൂഡിങ്, ഇളനീർക്കുഴമ്പ് ഈസ് നോട്ട് എ ഫസ്റ്റ് എയ്ഡ്. ചികിത്സ ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കുക. സർവേന്ദ്രിയാണം നയനം പ്രധാനം.